വിശദമായ റിപ്പോർട്ടിലേക്ക്. കേരള NGO യൂണിയൻ 54-ാം സംസ്ഥാന സമ്മേളന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങളുടെ പിന്നാലെ പോകലല്ല സർക്കാരിന്റെ ലക്ഷ്യമെന്നും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തകർന്നടിഞ്ഞുപോയ മേഖലകളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ ഒരു വർഷം സർക്കാർ ചെയ്തത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ കരുത്തുറ്റ സംഘടനയായ കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ PK ശ്രീമതി MP പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം ദിനേശ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ എപ്പോഴൊക്കെ അധികാരത്തിലെത്തിയോ അപ്പോഴൊക്കെ കേരളത്തിലെ സിവിൽ സർവീസ് അസംതൃപ്തമായിരുന്നെന്നും കഴിഞ്ഞ തവണ ഈ അസംതൃപ്തി റെക്കോർഡ് ഭേദിച്ചെന്നും UDF ഭരണത്തിൽ തകർന്നടിഞ്ഞ എല്ലാ മേഖലകളെയും പുനരുദ്ധരിക്കലാണ് കഴിഞ്ഞ ഒരു വർഷം സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിച്ച് തീരുമാനം. സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പുകമറ സൃഷ്ടിച്ച് സർക്കാരിന്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇത്തരം ഒരു സർക്കാരിനോടുള്ള പ്രതിഷേധമാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. LDF സർക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദങ്ങളെ സംബോധന ചെയ്യാനോ അവയുടെ പിറകെ പോയി സമയം പാഴാക്കാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നമുക്കിവിടെ ഒരു കാര്യത്തിൽ യാതൊരു ക്ഷാമവുമില്ല, അത് വിവാദങ്ങൾക്കാണ്. പക്ഷേ സർക്കാരിന്റെ ഒരു നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇത്തരത്തിലുള്ള വിവാദങ്ങളെ സംബോധന ചെയ്യാനോ അവയുടെ പുറകെ പോയി സമയം പാഴാക്കാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണം കണ്ടെത്തി അവ പരിഹരിക്കാനാണ് സർക്കാർ പരിശ്രമിക്കുക. അതേസമയം കിഫ്ബിയുടെ പേരിൽ അനാവശ്യ വിവാദം വേണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കിഫ്ബി എന്നൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പൈസ കിഫ്ബിയുടെ കയ്യിലിട്ടു. ആ പൈസ തീരുന്ന മുറക്കെ മറ്റു പൈസയെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പൈസ കണ്ടെത്താൻ ഒരു വിഷമവുമില്ല, അത് കണ്ടെത്താൻ കഴിയും, പ്രാവർത്തികമാക്കാനും കഴിയും. അതുകൊണ്ട് അനാവശ്യമായ പ്രചരണം അക്കാര്യത്തിൽ ആരും അഴിച്ചുവിടേണ്ടതായിട്ടില്ല. വേണ്ടാത്തൊരു പ്രതീതി സൃഷ്ടിക്കാനും ശ്രമിക്കേണ്ടതായിട്ടില്ല. NGO യൂണിയൻ സമാപന പൊതുസമ്മേളനം 15-ന് വൈകിട്ട് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ കൊലപാതകം സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം ദൗർഭാഗ്യകരമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും വേണ്ടത്ര ജാഗ്രത പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ സമാധാന സംഭാഷണം നടന്നതിന് ശേഷം നല്ല ഫലം അതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. അത് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവെ ബന്ധപ്പെട്ടവർ പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയും. ഇന്നലെ ഉണ്ടായത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. അത് നാം നടത്തിവരുന്ന ശ്രമങ്ങൾക്ക് അനുകൂലമായ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് പൊതുവെ കാണേണ്ടത്. അത് സമാധാന ശ്രമങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമായൊരു കാര്യമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം ആ ഒരു ജാഗ്രത പാലിക്കുകയും നേരത്തെയുള്ള സ്പിരിറ്റോടു കൂടി തന്നെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും വേണം. അതേസമയം ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രതികളായിട്ടുള്ളവരെ ഫലപ്രദമായി തന്നെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പോലീസ് ഇപ്പോൾ ആ വഴിക്ക് ജാഗ്രതയോടെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ ഹർത്താലിന്റെ മറവിൽ BJPയുടെ ആക്രമണം. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി അടിച്ചു തകർത്തു. PV ജോഷില വിവരങ്ങൾ നൽകും. ജോഷില, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് BJP പ്രവർത്തകൻ കണ്ണൂരിൽ കൊല്ലപ്പെട്ടത്. ഇതിന്റെ മറവിൽ ഇതിന്റെ പേരിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ മറവിൽ ഇന്ന് പരക്കെ ആക്രമണം നടക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തിയ ആംബുലൻസ് തകർക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് പരിയാരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ വെച്ചാണ് നടന്നത്. ഈ തകർക്കുന്ന അവസരത്തിൽ തന്നെ കാഷ്വാലിറ്റിയുടെ ജനൽ ചില്ലുകളടക്കം തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അതീവ ഗുരുതരമായ രോഗികളെ പ്രവേശിപ്പിക്കുന്ന കാഷ്വാലിറ്റിക്കുള്ളിലെ ചില യന്ത്രങ്ങളും 25 ലക്ഷം രൂപയോളം നഷ്ടം വരുന്ന രീതിയിൽ ഉള്ള ചില യന്ത്രങ്ങളും തകർക്കുന്ന അവസ്ഥയുണ്ടായി.
ഇന്ന് ഈ കൊല്ലപ്പെട്ട BJP പ്രവർത്തകന്റെ പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം BJP RSS സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അരുൺ. PV ജോഷില കണ്ണൂരിൽ നിന്ന്. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാനാകുമെന്ന് തോന്നുന്നില്ല എന്ന മന്ത്രി M.M. മണി. ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നും ചെറുകിട പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും M.M. മണി പറഞ്ഞു. ജലവൈദ്യുതിയാണ് ഏറ്റവും ഫലപ്രദം. പക്ഷേ എന്തോരം കഴിയും? ആതിരപ്പള്ളി നമുക്കറിയാം, തുടങ്ങാൻ കഴിയില്ല, ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. മുന്നണിക്കകത്ത പ്രശ്നം, UDF-കാർ അവർ വേറെ പ്രശ്നം, പ്രശ്നമാണ്. സിംഹവാലം കുരങ്ങും അവിടുത്തെ വനവും മൃഗങ്ങളുമെല്ലാം പോകും എന്ന മട്ടിലാണ് അവരിപ്പോ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നടന്നിരുന്നെങ്കിൽ നല്ലൊരു പദ്ധതിയായിരുന്നു. അത് യാതൊരു സാധ്യതയും കാണുന്നില്ല. തമിഴ്നാട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച 7 മലയാളികൾ മരിച്ചു. കാസർഗോഡ് ബന്ദിയോട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ബന്ദിയോട് മണ്ടേക്കാപ്പിലെ ബെഞ്ചമിൻ മൊണ്ടേറയുടെ കുടുംബാംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും 1 കുട്ടിയുമാണ് മരിച്ചത്. കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം ഉണ്ടായത്. സണ്ണി ജോസഫ് വിവരങ്ങൾ നൽകും. സണ്ണി, രാവിലെയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? അരുൺ, ഇന്ന് രാവിലെ 6:55 വേളാങ്കണ്ണിയിൽ നിന്നും കാസർഗോട്ടേക്ക് പുറപ്പെട്ട ബന്ദിയോട് മണ്ടേക്കാപ്പ് സ്വദേശികളായ കുടുംബം, ഒരേ കുടുംബത്തിലെ 7 പേർ അതിദാരുണമായ വിധം കൊല്ലപ്പെട്ടത്, അപകടത്തിൽ മരണപ്പെടുന്നത്. മണൽ ലോറിയുമായി ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാർ ഇടിച്ച് ആണ് അപകടം ഉണ്ടായത്. രാവിലെ 6:55 ദുരന്തം. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ ലാലാപേട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന KA പേട്ടിലാണ് അപകടം ഉണ്ടായത്. 3 പേരെ സാരമായ പരിക്കോടെ തൃശ്ശിനാപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 1 സ്ത്രീ മാത്രം യാതൊരു പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും വിവരം പറഞ്ഞ ബന്ധുക്കളെല്ലാം 7 പേരടങ്ങുന്ന ബന്ധുക്കളുടെ സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇവരവിടെ എത്തിയതിനു ശേഷം മാത്രം ഇൻസ്പെക്ഷൻ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നാളെ വൈകിട്ടോടുകൂടി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ബന്ധുക്കൾക്കുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവർ സ്കോർപിയോ കാറിൽ അങ്ങോട്ട് യാത്ര തിരിച്ചത്. കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഈ ബെഞ്ചമിൻ കുടുംബത്തിലെ ഇളയ മകൻ ആൽവിന്റെ വിവാഹം. ഈ ദമ്പതികളും 2 പേരും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. മൂത്ത മകൻ ഹെറാൾഡ് പൂനെയിലെ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കാറിലായിരുന്നു. അതുകൊണ്ട് ആദ്യം മഹാരാഷ്ട്രക്കാരാണ് എന്ന നിലയിലൊരു വാർത്ത പ്രചരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് മലയാളികളായിട്ടുള്ള കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചതെന്ന് വിവരം ലഭ്യമായത്. അരുൺ. സണ്ണി ജോസഫ് വിവരങ്ങൾ നൽകിയത്. LDF സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് അല്പസമയത്തിനകം നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2247 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. തങ്ങളുടെ കൈവശ ഭൂമിക്ക് പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന 10,000ങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന് തുടക്കമാകുന്നത്. പട്ടിക വിഭാഗക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നേട്ടം ലഭിക്കുന്ന പട്ടയ വിതരണ ചടങ്ങ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് പട്ടയ വിതരണത്തിന് തുടക്കം. ഇന്ന് ഉച്ചയ്ക്ക് 2-ന് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനും P. കരുണാകരൻ MP മുഖ്യാതിഥിയുമാണ്. 2247 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പട്ടയം നൽകുന്നത്. ഈ മാസം 21-ന് ഇടുക്കിയിൽ നടക്കുന്ന പട്ടയ വിതരണ ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. തുടർന്നാണ് മറ്റു ജില്ലകളിലും പട്ടയം വിതരണം ചെയ്യുക. പട്ടികവർഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് പരത്തടിയിൽ 92 ഏക്കർ ഭൂമി പട്ടികവർഗക്കാർക്ക് നൽകുന്നുണ്ട്. വനംവകുപ്പ് അനുവദിച്ച ഈ ഭൂമിയിൽ 150 ആദിവാസികൾക്ക് 50 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ ചടങ്ങിൽ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകത്തെ ഞെട്ടിച്ച വൻ സൈബർ ആക്രമണം. ബ്രിട്ടൻ, US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ 99 രാജ്യങ്ങളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ആക്രമണം ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ കമ്പ്യൂട്ടറുകളെ ബാധിച്ചതായി ഇതുവരെ റിപ്പോർട്ടില്ല. ആക്രമണം നടത്തിയ ശേഷം ഫയലുകൾ തിരികെ ലഭിക്കാൻ പണം ആവശ്യപ്പെടുന്ന റാൻഡം ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ബിറ്റ്കോയിൻ വഴി $300 മുതൽ $600 വരെയാണ് ആക്രമണകാരികൾ ആവശ്യപ്പെടുന്നത്. സൈബർ ആക്രമണം നടന്ന രാജ്യങ്ങളിലെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും US-ലെയും യൂറോപ്പിലെയും സ്ഥാപനങ്ങളെയും ആക്രമണം ബാധിച്ചു.
റെയിൽവേ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധവുമായി ജനകീയ സമരത്തിന് നേതൃത്വം നൽകി ഇന്നസെന്റ് എം.പി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എംപിയും മറ്റ് ജനപ്രതിനിധികളും നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് അണിനിരന്നത്. കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഇന്നസെന്റ് എം.പി. പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുക, ട്രെയിനുകൾക്ക് പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കുക, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നസെന്റ് എം.പി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തിയത്. നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും റെയിൽവേ അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്ന് എം.പി. പറഞ്ഞു. റെയിൽവേ മന്ത്രാലയം നിലപാട് മാറ്റിയില്ലെങ്കിൽ ജനകീയ സമരം ശക്തമാക്കുമെന്നും എം.പി. മുന്നറിയിപ്പ് നൽകി. എന്തിനാണ് ഈ സമരം അല്ലെങ്കിൽ ഈ സത്യാഗ്രഹം എന്നൊരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലുള്ള അവഗണന ഒരാഴ്ച മുമ്പ് ഇതിലെ പോയിരുന്ന തീവണ്ടികൾ പെട്ടെന്ന് പലതും ഇന്ന് നിർത്തിയിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് നമ്മളിതിനെപ്പറ്റി ആലോചിച്ചത്, ഇങ്ങനൊരു സത്യാഗ്രഹം വേണമല്ലോ എന്ന്. നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള ആളുകൾക്ക് സൗകര്യമായിട്ട് പോവുക, അതുപോലെ തന്നെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും വേണം. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിനോടൊന്ന് മാത്രമല്ല കേരളത്തിനോട് തന്നെ ഒരു അവഗണന മനോഭാവമാണ് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ സമരത്തിൽ അണിനിരുന്നു. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ സമരം ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ BD ദേവസ്യ, VR സുനിൽകുമാർ, GCDA ചെയർമാൻ CN മോഹനൻ, NC മോഹനൻ, ജോസ് തെറ്റയിൽ തുടങ്ങി നിരവധി പ്രമുഖരും ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജലക്ഷാമം മുതലെടുത്ത് മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം ചെലവിൽ കിലോമീറ്ററുകൾ അകലെ നിന്നും ശുദ്ധജലം കൊണ്ടുവന്ന് നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് കള്ളിമാലി ചിറ്റടിച്ചാലിൽ ഷൈജു എന്ന ചെറുപ്പക്കാരൻ. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോഴാണ് ഇടുക്കിക്കാരൻ ഷൈജു വ്യത്യസ്തനാകുന്നത്. രാജക്കാട് കള്ളിമാലിയിൽ കഴിഞ്ഞ ഓഗസ്റ്റോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകൾ നാമമാത്രമായ ഇവിടെ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയാണ്. നാട്ടുകാരുടെ ദുരിതം കണ്ടാണ് പ്രദേശത്തെ 22ഓളം വീട്ടുകാർക്ക് ദിനംപ്രതി 50 ലിറ്റർ കുടിവെള്ളം ഷൈജു എത്തിച്ചു നൽകുന്നത്. കുടിവെള്ളത്തിന്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു 22 വീട്ടുകാർക്ക് ഡെയിലി 50 ലിറ്റർ വീതം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വലിയ കോർണയിൽ ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സേവനം ചെയ്യുന്നത്. കടുത്ത കുടിവെള്ളം ക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഷൈജുവിന്റെ പ്രവർത്തനം ഒരു ജീവകാരുണ്യമായാണ് നാട്ടുകാരും കാണുന്നത്. കുടിവെള്ള ക്ഷാമത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ഷൈജു കൊണ്ട് തരുന്ന ഈ വെള്ളമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് വന്ന് കൊണ്ടുപോയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ പോകുന്നത്. 4 കിലോമീറ്റർ അകലെ നിന്നാണ് ഷൈജു വെള്ളമെത്തിക്കുന്നത്. രാവിലെ 6 മണിയോടെ വാഹനത്തിൽ നാട്ടുകാർക്ക് വെള്ളമെത്തിച്ച ശേഷമാണ് ഉപജീവനത്തിനായി ഈ ചെറുപ്പക്കാരൻ തന്റെ വാഹനവുമായി നിരത്തിലിറങ്ങുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടതുപക്ഷ പിന്തുണയോടെ കൊല്ലത്ത് SN ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരത്തിനൊരുങ്ങി വിമതപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റേത് സമാനമായ പ്രചാരണമാണ് ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി വിരുദ്ധചേരിയുടേത്. നാളെയാണ് തെരഞ്ഞെടുപ്പ്. കൊല്ലം മേഖലയിലെ 97 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ ഒഴിവിലേക്കാണ് SM ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് നേതാവും ആർ ശങ്കറിന്റെ മകനുമായ മോഹൻ ശങ്കർ അടക്കമുള്ള വെള്ളാപ്പള്ളി പക്ഷത്തിനെതിരെയാണ് വിമതർ CPM, CPI നേതാക്കളെയും പ്രവർത്തകരെയും രംഗത്തിറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പൊതുപ്രവർത്തകർ മത്സരത്തിനിറങ്ങിയതോടെ പൊതു തെരഞ്ഞെടുപ്പിന്റെ നിറം വന്നു. 100% വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ 97 സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് വോട്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ സമവായം ഉണ്ടാക്കിയത് അവർക്ക് പരാജയ ഭീതിയുള്ള സ്ഥലത്തെല്ലാം ഉണ്ടാക്കി. ഞങ്ങൾക്ക് പരാജയ ഭീതിയില്ല. 100% ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് യാതൊരു സമവായത്തിനും ഞങ്ങൾ തയ്യാറായില്ല. SM ട്രസ്റ്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നതെന്ന് വനിതാ പ്രവർത്തകരും ആരോപിച്ചു. ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ മകൻ. ഡിഗ്രിക്ക് അഡ്മിഷന് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഇരുന്ന സ്റ്റാഫുകൾ പറഞ്ഞ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു 6-7 വർഷമായി 35,000 രൂപ ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഇരുന്നാൽ മതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഗോകുലം ഗോപാലൻ അനുകൂലികളും SN ട്രസ്റ്റിലെ വെള്ളാപ്പള്ളി വിരുദ്ധരും ഒന്നിച്ച് ശ്രീനാരായണ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത്. 1500-350 വോട്ടാണ് കൊല്ലം മേഖലയിലുള്ളത്. അതേസമയം വെള്ളാപ്പള്ളി ക്യാമ്പ് പരസ്യമായ പ്രചരണത്തിനില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങി. മേയർ സൗമിനി ജെയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. KVP കൃഷ്ണകുമാർ, കല്യാൺ സിൽക്സ് CMD പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപമുള്ള കല്യാൺ സിൽക്സ് കെട്ടിടത്തിന്റെ 6-7 നിലകളിലാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മറ്റിടങ്ങളിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ അറിയിച്ചു.